നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചുള്ള ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ നിങ്ങളോട് ഹൃദയവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം മറ്റൊന്നുമല്ല, പരിമിതമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. വെളിച്ചത്തിൻ്റെ പോരായ്മയുണ്ട്, ക്യാമറയുടെ പോരായ്മയുണ്ട്, പരിസര പ്രദേശങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രകൃതിയുടെ ശബ്ദങ്ങളുണ്ട്. ഈ ശബ്ദ കോലാഹലങ്ങളെ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് എൻ്റെ ശബ്ദവും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ പരിമിതികൾ എന്ന് പറയുന്നത് ധാരാളമുണ്ട്. ആ പരിമിതികളെ മറികടന്നുകൊണ്ട് എനിക്ക് അത്യാവശ്യം അറിയുന്ന ഒരു വിഷയം ഞാൻ വർഷങ്ങളായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുവാനും അതുവഴി ആ ഒരു വിഷയത്തിൽ നിന്ന് പരമാവധി മാർക്കും അറിവും നിങ്ങൾക്ക് ലഭിക്കണമെന്നുമുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയുസ്സും ആരോഗ്യവും എല്ലാം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വിഷയം പൂർണ്ണമായിട്ട് തന്നെ തീർക്കാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി നമ്മൾ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ആക്റ്റുകളുടെ തുടർച്ചയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആക്ട്. ആ ആക്ടിൻ്റെ പേരാണ് ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ടല്ലേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം. ഈ നിയമം പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ക്വീൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ എന്നാണ് ഇത് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. ക്വീൻ വിക്ടോറിയ ആരാണ്? രാജ്ഞിയാണ്, മഹാറാണിയാണ്. ബ്രിട്ടൻ എന്ന് പറയുന്ന സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്. ആ ഭരണാധികാരി പ്രഖ്യാപിച്ചൊരു വിളംബരം, അതുകൊണ്ടാണ് ഇതിനെ ക്വീൻ വിക്ടോറിയാസ് പ്രൊക്ലമേഷൻ അഥവാ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഈ വിളംബരം നിർമ്മിച്ചതാരാണ്? അത് നിർമ്മിച്ചത് ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. 1773 റെഗുലേറ്റിംഗ് ആക്ട് മുതൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന നിയമങ്ങളിൽ ഒപ്പുവയ്ക്കുന്ന ചുമതല നിർവഹിക്കുന്ന ആളാണ് ക്രൗൺ, കിരീടധാരണം നടത്തിയിരിക്കുന്ന ആൾ. ആ ക്രൗൺ ഇപ്പോൾ തലയിലിരിക്കുന്നത് വിക്ടോറിയ രാജ്ഞിയുടെ തലയിലായതുകൊണ്ട് ഇതിനെ നമ്മൾ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് പേരിട്ട് വിശേഷിപ്പിച്ചു. രാജ്ഞി എന്ന് പറയുന്നയാളാരാണ്? നമ്മുടെ മാവേലിക്ക് തുല്യമായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കുന്ന ആളാണ് അല്ലേ? മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ ക്വീൻ വിക്ടോറിയ ബ്രിട്ടൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ പ്രജകൾക്കെല്ലാവർക്കും തുല്യനീതി വിഭാവനം ചെയ്തു കൊള്ളുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമമായതുകൊണ്ട് ഇതിനെ വിശേഷിപ്പിച്ചൊരു പേരുണ്ട്. ആ പേരാണത് ഈ കാണുന്നത്, ദ ആക്ട് ഫോർ ഗുഡ് ഗവൺമെൻറ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു മികച്ച ഭരണത്തിന് തുടക്കം കുറിക്കുന്ന നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എ ബെറ്റർ ഗവൺമെൻറ് ഫോർ ഇന്ത്യ ആക്ട്, എ ഗുഡ് ഗവൺമെൻറ് ഫോർ ഇന്ത്യ ആക്ട് എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ ഒരു പേരിൽ ഇത് അറിയപ്പെടാൻ കാരണമെന്ന് ലോജിക്കലി നമ്മളൊന്ന് ചിന്തിക്കണം. കാരണം മറ്റൊന്നുമല്ല, ഇതുവരെ ഇന്ത്യ ഭരിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഇന്ത്യയിൽ കച്ചവടക്കാരായി എത്തി അല്ലേ? AD 1600 ഡിസംബർ മാസത്തിൽ ഒരു ചാർട്ടറിലൂടെ സ്ഥാപിതമായ കമ്പനി, ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ദ മർച്ചൻ്റ് അഡ്വഞ്ചേഴ്സ് ഓഫ് ദ ഈസ്റ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, ദ ജോൺ കമ്പനി എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നിങ്ങൾ കേട്ട് കാണുമല്ലേ, ക്വീൻ എലിസബത്ത് ഫസ്റ്റ് എന്ന് പറയുന്ന ആളും ഈ കമ്പനിയിൽ ഒരു ഷെയർ ഹോൾഡർ ആയിരുന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വ്യാപാരികളായി എത്തിയ ആ കമ്പനി നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെയും രാജാക്കന്മാരുടെയും രാഷ്ട്രീയ അനൈക്യം മുതലെടുത്തുകൊണ്ട് പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ച് വരുതിയിലാക്കി അവിടെ വ്യാപാരം ആരംഭിച്ചു. ഇങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വ്യാപാരം ആരംഭിച്ചപ്പോൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് അതൊരു മുതൽക്കൂട്ടായിട്ട് തോന്നി, ബ്രിട്ടീഷ് ഭരണാധികാരിക്കും അതൊരു മുതൽക്കൂട്ടായിട്ട് തോന്നി. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെയും റാണിയുടെയും ഒരു ഏജൻറ്റ് എന്ന നിലയിൽ ഈ വെട്ടിപ്പിടിക്കുന്ന പ്രദേശങ്ങളിൽ അവർക്ക് പകരമായൊരു ഭരണകൂടം എന്ന നിലയിൽ ഭരണം നടത്തുവാനായിട്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റും രാജ്ഞിയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ അനുവദിച്ചു. അങ്ങനെ
ഈ കമ്പനിയെ നിയന്ത്രിക്കുന്നതിനായിട്ട് നിയമങ്ങൾ ധാരാളമായിട്ട് സൃഷ്ടിച്ചു. ആ നിയമങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. കാലാകാലങ്ങളിൽ പുതുക്കിക്കൊടുക്കുന്ന ചാർട്ടറുകളിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ചു. ആംഗ്ലോ മൈസൂർ വാർ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലേ? അതേപോലെ മറാത്ത വാറും നിങ്ങൾ കേട്ടിട്ടുള്ള വാറാണ്. അങ്ങനെ പല പല യുദ്ധങ്ങളിലൂടെ വെട്ടിപ്പിടിച്ച പ്രദേശങ്ങൾ കൊണ്ട് ആർത്തി തീരാത്ത ബ്രിട്ടീഷുകാർ പുതിയ പല നിയമങ്ങളും കൊണ്ടുവന്നു. സബ്സിഡിയറി അലയൻസ്, സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്ന വെല്ലസ്ലി പ്രഭുവിൻ്റെ വ്യവസ്ഥ. ഏതെങ്കിലും ഒരു രാജാവിനെ സൈനികമായിട്ട് സഹായിച്ചു കൊടുക്കുന്നു. ആ രാജാവിൻ്റെ സൈന്യത്തെ രാജാവ് പിരിച്ചുവിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ സൈന്യത്തെ അവിടെ നിയമിച്ച് ആ സൈന്യത്തിന് ചെലവും കൊടുത്ത് ആ സൈന്യത്തിൻ്റെ ഒരു തടവുകാരനായിട്ട് സ്വയം പരിണമിക്കുന്ന അവസ്ഥ, അതായിരുന്നു സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്ന സൈനിക സഹായ വ്യവസ്ഥ. അതുപോലെ തന്നെ മറ്റൊരു വ്യവസ്ഥ വന്നു. ആ വ്യവസ്ഥയായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. അനന്തര അവകാശിയില്ലാതെ ഒരു രാജാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജാവിൻ്റെ രാജ്യം ബ്രിട്ടീഷ് സിംഹാസനത്തിൽ ചെന്നു ചേരുന്നു എന്ന് പറയുന്നൊരു വ്യവസ്ഥ. ലോർഡ് ഡെൽഹൌസി എന്ന് പറയുന്ന പ്രഭു കൊണ്ടുവന്ന ഒരു നിയമം. ഇങ്ങനെ നിയമങ്ങൾ പലതുണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ ഒന്നൊഴിയാതെ ബ്രിട്ടീഷുകാർ ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവതരിപ്പിച്ച മിഷനറി പ്രവർത്തനങ്ങൾക്കുള്ള 1813 വിദ്യാഭ്യാസത്തിനുള്ള ആക്ട്, ആ ആക്റ്റുമൊക്കെ എന്തായി? ഇന്ത്യക്കാരന്മാർ സംശയത്തോടു കൂടിയാണ് വീക്ഷിച്ചത്. അങ്ങനെ സംശയം അവസാനം ഒരു രോഗമായിട്ട് മാറി. ആ രോഗത്തിനൊടുവിലൊരു പൊട്ടിത്തെറിയുണ്ടായി. ആ പൊട്ടിത്തെറിയായിരുന്നു 1857 വിപ്ലവം, ദ റിവോൾട്ട് ഓഫ് 1857. വീർ സവർക്കർ എന്ന VD സവർക്കർ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് വിശേഷിപ്പിച്ച വിപ്ലവം. പക്ഷെ അതിന് മാറ്റമുണ്ടായി. പ്രകാശ് ജാവഡേക്കർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു മാനവ വികസന വകുപ്പ് മന്ത്രി 2017 ഒരു പ്രഖ്യാപനം നടത്തി. പൈക്ക കലാപം, ഒറീസയിലെ പൈക്കകൾ എന്ന് പറയുന്ന പോരാളികൾ നടത്തിയ കലാപമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊരു പ്രഖ്യാപനമൊക്കെ നടത്തി. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൺഫ്യൂഷനിലാണ്. പൈക്കയെക്കുറിച്ച് എഴുതണമോ അതോ 1857 വിപ്ലവത്തെക്കുറിച്ച് എഴുതണമോ എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം പൈക്ക കലാപം നടന്നത് 1817 അത് കഴിഞ്ഞ് 40 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് റിവോൾട്ട് ഓഫ് 1857 വന്നത്. എന്നാലും നമ്മൾ പറയുന്നു VD സവർക്കർ പ്രഖ്യാപിച്ച, VD സവർക്കർ എഴുതിയ ദ റിവോൾട്ട് ഓഫ് 1857 സംബന്ധിച്ച് എഴുതിയ ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ആ ഒരു ലേഖനം. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ 1857 കലാപത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണമാണ് യഥാർത്ഥത്തിൽ കാരണമായത് എന്ന് ഇന്ത്യയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് നല്ല ഭരണം ഞങ്ങൾ നൽകുന്നു എന്ന വ്യാജേനെ റാണിയെ ഒരു മനോഹരമായൊരു ഫിഗറാക്കി അവതരിപ്പിക്കുക എന്ന ഒരു ദുരുദ്ദേശത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ട നിയമം. കാരണം ഈ നാട്ടുരാജാക്കന്മാരും ഇന്ത്യയിലെ ജനങ്ങളും ഇവിടെ അനുഭവിക്കേണ്ടി വന്ന ദുഃഖത്തിനും ദുരിതത്തിനും കാരണം എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ആ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് നിങ്ങൾ ഇന്ത്യക്കാരുടെ ആത്യന്തികമായ ദുഃഖത്തിന് കാരണം. അതുകൊണ്ട് ആ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഞങ്ങൾ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നു. പകരം തേനും പാലും ഒഴുകുന്ന ക്വീൻ വിക്ടോറിയയുടെ ഭരണം നിങ്ങൾക്കിതാ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റാണിയെ നല്ല ഭംഗിയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ നിയമമാണ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അതുകൊണ്ടാണ് ഇതിനെ വിശേഷിപ്പിച്ചത് ദ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെൻറ് ഫോർ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു സൽഭരണം പ്രദാനം ചെയ്യുന്നതിനായിട്ട് വന്ന നിയമമെന്ന് ഇതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ക്വീൻ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമെന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്നും എ ബെറ്റർ ഗവൺമെൻറ് ഫോർ ഇന്ത്യ ആക്ട് എന്നും അറിയപ്പെട്ടത് ഈ ഒരൊറ്റ നിയമമാണ്. ഈ നിയമത്തിൻ്റെ കാതലായ വശങ്ങളിലേക്കാണ് നമ്മൾ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതുമൂലം സംഭവിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, കൊള്ളരുതാത്തവൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവൻ എന്ത് ചെയ്തു? അവനെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. ഇനി മുതൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ ഇല്ല. പകരം ആരുടെ ഭരണമാണ്? കിരീടം വെച്ചിരിക്കുന്ന ഭരണാധികാരി. ദ ക്രൗൺസ് റൂൾ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സിംഹാസനത്തിലിരിക്കുന്ന കിരീടം വെച്ച ഭരണാധികാരിയുടെ ഭരണം ആരംഭിച്ചു. ക്വീൻ വിക്ടോറിയയുടെ ഭരണം ആരംഭിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മളാരുടെ പ്രജകളായി? റാണിയുടെ പ്രജകളായി. അങ്ങനെയാണ് ഹെർ മജസ്റ്റീസ് അല്ലെങ്കിൽ ഹെർ മജസ്റ്റി എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം ഇന്ത്യയിലും കൂടി വ്യാപകമായിട്ട് വരുന്നതിന് കാരണമായി. ഹെർ മജസ്റ്റി നിങ്ങൾ കേട്ട് കാണുമല്ലേ? HMS ഹെർ മജസ്റ്റി ഷിപ്പ് അല്ലെങ്കിൽ HMS ഹിസ് മജസ്റ്റി ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണുമല്ലേ? പരിണാമ സിദ്ധാന്തത്തിന് പോയ ഡാർവിൻ HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിലാണ് പോയതെന്ന് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പണ്ട് പഠിച്ച ഓർമ്മകൾ നിങ്ങളിൽ പലർക്കും ഉണ്ടായിരിക്കും. അപ്പോൾ HMS എന്ന് വെച്ചാൽ എന്താണ്? ഹെർ മജസ്റ്റി ഷിപ്പാണ്. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ റോയൽ ഇന്ത്യൻ നേവിയുടെ മ്യൂട്ടണി നടന്നു, നാവിക കലാപം നടന്നു. 1946 ഫെബ്രുവരി മാസം
18-ാം തീയതി HMS തൽവാർ എന്ന് പറയുന്ന കപ്പൽ ബോംബെ തീരത്ത് കിടന്ന, തൊട്ടടുത്ത ദിവസമോ HMS ഹിന്ദുസ്ഥാൻ കറാച്ചി തീരത്ത് കിടന്ന കപ്പലിൽ, അങ്ങനെ HMS എന്ന് വെച്ചാൽ എന്താണ്, ഹെർ മജസ്റ്റി ഷിപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഹെർ മജസ്റ്റി എന്ന് പറയുന്ന പദപ്രയോഗം ഇവിടെ വ്യാപകമായി വരാൻ കാരണമായ നിയമമാണ് ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അതേപോലെ എന്താണ് സംഭവിച്ചത്, ഒരു പദവി ഉണ്ടായിരുന്നു ഇവിടെ, ആ പദവിയുടെ പേരായിരുന്നു ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. 1833 ചാർട്ടർ ആക്ട് പ്രകാരം 1833 ചാർട്ടർ ആക്ട് പ്രകാരം സ്ഥാപിതമായൊരു പദവി, ആ പദവിയായിരുന്നു ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിക്കപ്പെട്ടത് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന തസ്തികയിലിരുന്ന വില്യം ബാൻഡിക് പ്രഭുവാണ്. അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ സർവാധികാരിയാണ് ഈ നാശത്തിനെല്ലാം കാരണക്കാരൻ. അതുകൊണ്ട് ഇനി മേലാൽ ഇന്ത്യക്ക് ഏത് പദവി വേണ്ട, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പദവി വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ ദ പോസ്റ്റ് ഓഫ് ഗവർണർ ജനറൽ വാസ് അബോളിഷ്ഡ്. പകരം എന്ത് ചെയ്തു, ആ പഴയ വീഞ്ഞിനെ എടുത്ത് പുതിയ കുപ്പിയിലാക്കിയിട്ട് കൊണ്ടുവന്നു. ഏത് പേര്, വൈസ്രോയി എന്ന് പറയുന്നൊരു പേര്. അങ്ങനെ വൈസ്രോയി എന്ന് പറയുന്നൊരു പുതിയ തസ്തിക കൊണ്ടുവന്നു. ഇത് പ്രകാരം എന്താണ്, വൈസ്രോയി ബിക്കെയിം ദ ഡയറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള പ്രതിനിധിയായിട്ട് വൈസ്രോയി നിയമിതനായി. അങ്ങനെ സുപ്രധാനമായൊരു പദവിയിൽ വൈസ്രോയി ആയിട്ടൊരാളെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് അനിവാര്യമാണ്. എക്സ്പീരിയൻസ് നോക്കുമ്പോൾ അന്ന് ഇവിടെയുള്ളതിൽ ലോർഡ് ക്യാനിങ്ങിനാണ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ്. കാരണം എന്താണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വിശ്വസ്തനായ ഗവർണർ ജനറലായി നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിൽ നടന്ന 1857 ആ മഹത്തായ കലാപത്തെ അടിച്ചമർത്തിയ വ്യക്തിയാണ്. ഒരു മികച്ച ഭരണാധികാരിയാണ്. അതുകൊണ്ട് ഫസ്റ്റ് ചാൻസ് ആർക്ക് തന്നെ കൊടുത്തു, നമ്മുടെ ക്യാനിങ്ങിന് തന്നെ കൊടുത്തു. അങ്ങനെ ലോർഡ് ക്യാനിങ് ബിക്കെയിം ദ ഫസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അതേപോലെ തന്നെ ഇദ്ദേഹം ആരായി മാറി, ദ ലാസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായി നിയമിതനായ വ്യക്തിയാണ് ക്യാനിങ് പ്രഭു എന്ന് പറയുന്ന നമ്മുടെ പ്രഭു. അപ്പോൾ 1857 കലാപത്തെ അടിച്ചമർത്തിയതിനുള്ള കൂലിയാണ് അദ്ദേഹത്തിന് കൊടുത്ത ഈ പ്രൊമോഷൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ വീണ്ടും നമ്മൾ നോക്കുക, എന്താണ് അടുത്ത സമൂലമായ മാറ്റം. അതായത് ഇവിടെ സമൂലമായൊരു മാറ്റം കൂടി സംഭവിച്ചു. ആ സമൂലമായ മാറ്റമാണ് ഇറ്റ് അബോളിഷ്ഡ് ദ ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഒരു ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം ഇവിടെയുണ്ടായിരുന്നു. ഏതായിരുന്നു ആ ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ദ ബോർഡ് ഓഫ് കൺട്രോളേഴ്സ്. മറ്റൊരു വിഭാഗം കൂടിയുണ്ട്. അതേതാണ്? ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഇവരാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ പോളിസികൾ നിർണ്ണയിക്കുന്നു. ദ ബോർഡ് ഓഫ് കൺട്രോളേഴ്സ് അഡ്മിനിസ്ട്രേറ്റീവ് പോളിസികൾ, മിലിറ്ററി പോളിസികൾ എന്നിവ നിശ്ചയിക്കുന്നു. അങ്ങനെ ഇന്ത്യ ഭരണത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ സഹായിച്ചു കൊണ്ടിരുന്ന രണ്ട് ഘടകങ്ങൾ എന്ത് ചെയ്തു? ഗവർണർ ജനറലെ സഹായിച്ചു കൊണ്ടിരുന്ന ആ ഘടകങ്ങൾ എന്ത് ചെയ്തു? അതിനെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞു. അതാണ് ദ ഡബിൾ ഗവൺമെൻറ് സിസ്റ്റം വാസ് അബോളിഷ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതിന് പകരമായിട്ടൊരു പുതിയ തസ്തിക സൃഷ്ടിച്ചു. ഏതാണ് ആ പുതിയ തസ്തിക? കിങ് അല്ലെങ്കിൽ ക്വീൻ, അവരുടെ തൊട്ട് താഴെ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ഈ ബ്രിട്ടീഷ് പാർലമെൻറ്റിന് തൊട്ട് താഴെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു തസ്തിക. അതിന് താഴെയാണ് വൈസ്രോയി എന്ന് പറയുന്ന ഒരു തസ്തിക വരുന്നത്. ഇതാണ് ആ കാലത്തെ ഒരു ഹൈറാർക്കി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ വൈസ്രോയി ഡയറക്ടർ റൂളറായിട്ട് ഇന്ത്യയിൽ വരുമ്പോൾ ഈ പാർലമെൻറ്റിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു ക്യാബിനറ്റ് മന്ത്രിയെ സൃഷ്ടിച്ചുകൊണ്ട് വിദേശകാര്യ ഭരണം ഇദ്ദേഹത്തെയാണ് ഏൽപ്പിക്കുന്നത്. നമ്മുടെ വിദേശകാര്യ മന്ത്രിക്ക് തത്തുല്യമായ ഒരു റാങ്കാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്രകാരം ഈ റിവോൾട്ട് ഓഫ് 1857 ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പ്രകാരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ ആദ്യത്തെ വ്യക്തി ആര് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അക്കാഡമി നൽകുന്ന ഒരു ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണം കേട്ടോ. അങ്ങനെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ തസ്തിക സൃഷ്ടിക്കപ്പെടുകയാണ്. ഏത് ആക്ട് പ്രകാരമാണ്?
1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു തസ്തിക സൃഷ്ടിക്കപ്പെട്ടത്. ഇദ്ദേഹം ആരായിരുന്നു? ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ ഒരു മെമ്പറായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ബ്രിട്ടീഷ് ക്യാബിനറ്റിലെ മെമ്പർ ആണ്. ക്യാബിനറ്റ് നമുക്കറിയാം, മിടുക്കന്മാരായ അധികാരം കൂടുതൽ നൽകപ്പെടുന്ന മന്ത്രിമാരിരിക്കുന്ന ഒരു കൗൺസിലിനെയാണ് നമ്മൾ ക്യാബിനറ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ക്യാബിനറ്റിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെയോ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നായിരിക്കാം. ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനെ അസിസ്റ്റ് ചെയ്യുന്നതിനായിട്ട് 15 അംഗങ്ങളടങ്ങുന്ന ഒരു കൗൺസിലിനെ കൂടി നിയമിച്ചു. എ 15 മെമ്പർ കൗൺസിൽ വാസ് അപ്പോയിൻറ്റഡ് ടു അസിസ്റ്റ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ 15 അംഗങ്ങളടങ്ങുന്ന ഒരു കൗൺസിൽ. ഈ കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ചെയർമാനായിട്ട് വരുന്ന ഒരു 15 അംഗ അഡ്വൈസറി ബോഡിയുമുണ്ട്, അല്ലേ? അപ്പോൾ ഈ അഡ്വൈസറി ബോഡി ആയിരുന്നു ഈ കൗൺസിൽ എന്നും കൂടി നമ്മൾ ഓർത്തേക്കുക. അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1858 നിന്നും പരമാവധി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളെല്ലാം നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കുക. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കാണുന്ന സമയത്ത് തന്നെ റിപ്ലൈ ചെയ്യും. ഇനി എനിക്ക് അറിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൊള്ളാവുന്ന പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിനുള്ള മറുപടി കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് തരുന്നതാണെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ക്ലാസ്സുകൾ ഇഷ്ടമായി എന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.